ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചില ആഴ്ചകൾക്ക് ശേഷം വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ ദൈവം സഹായിക്കുന്നവർ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നല്ല ചില ചിന്തകൾ നാം പ്രിയാസവൻ കൂടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സദൃശവാക്യങ്ങൾ എപ്പോഴും അനേക കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന നമ്മുടെ ദൈനംദിന ആവശ്യങ്ങളിൽ നമുക്ക് ഏറ്റവും നമ്മെ ദൈവ വിശ്വാസത്തിൽ മുന്നോട്ട് നയിക്കുവാൻ സാധ്യതയുള്ള അനേക വാക്യങ്ങൾ അടങ്ങിയ ഒരു പുസ്തകം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായി ഞാൻ യാക്കോബിനെ പറ്റിയാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. സാധാരണ അധികം കേൾക്കാത്ത ഒരു വ്യക്തിയാണ് ഈ യാക്കോബ്. കാരണം നമ്മളെപ്പോഴും അബ്രഹാമിനെ പറ്റിയും ഇസാക്കിനെ പറ്റിയും ഒക്കെ പറയും. യാക്കോബിനെ പറ്റി അധികം ഒന്നും പറയത്തില്ല. കാരണം അദ്ദേഹം ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പറ്റി നമുക്ക് വലിയ അഭിപ്രായം പൊതുവെ നമുക്കില്ല. ഇദ്ദേഹം ഉപായിയാണ്. വളരെ ചില നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞ ചില വേലത്തരങ്ങളും വില്ലത്തരങ്ങളും ഒക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ പറ്റി നാം കൂടുതലായിട്ട് ഒരു സ്റ്റഡി അധികം പേര് പ്രസംഗത്തിൽ അങ്ങനെ പറയാത്ത ഒരു വ്യക്തിയാണ്. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം മുതലാണ് അദ്ദേഹത്തെ പറ്റി പറഞ്ഞു തുടങ്ങുന്നത്. ഈ യാക്കോബ് എന്ന വാക്കിൻ്റെ അർത്ഥം കുതികാൽ പിടിക്കുന്നതാണ്. അതിൻ്റെ കാരണം നമുക്കറിയാം. യാക്കോബും ഏശാവും ഇസാക്കിൻ്റെ 2 മക്കളാണ്. നമുക്കറിയാം. അതൊക്കെ ആ ഹിസ്റ്ററിയിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇവര് ഇരട്ടക്കുട്ടികളായിരുന്നു. അതിൽ ഏതാനും മിനിറ്റ് മുമ്പ് വന്ന ആളാണ് ഏശാവ്. രണ്ടാമത് ഗർഭപാത്രത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആളാണ് യാക്കോബ്. പക്ഷെ ഒരു വിചിത്രമായ സംഭവം ഉണ്ടായി. ഈ ഏശാവിന് ശേഷം യാക്കോബ് ഇറങ്ങി വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുതികാൽ പിടിച്ചോണ്ടാണ് വന്നത്. നമുക്ക് വളരെ അതിശയമായിട്ട് തോന്നാം. അത് ഇപ്പോഴത്തെ പുതിയ മോഡേൺ ഗൈനക്കോളജി ഒബ്സ്റ്ററ്റിക്സിൽ അത് വലിയ കോംപ്ലിക്കേഷനായിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അത് വളരെ അതിനകത്ത് വേറെ ചില കാര്യങ്ങളുണ്ട്. എന്നുവെച്ചാൽ ഒരാൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിലും ഈ യാക്കോബിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി അനേക കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഈ ഉപായിയായിരുന്ന, വലിയ തന്ത്രശാലിയായിരുന്ന, അല്ലെങ്കിൽ ചെറിയ വേലത്തരങ്ങളും അഭ്യാസങ്ങളൊക്കെ കാണിച്ച് ഈ യാക്കോബിനെ എങ്ങനെയാണ് ദൈവം ഇസ്രായേൽ എന്ന ഒരു വ്യക്തിയാക്കി മാറ്റിയത്. അവൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് അത് വരുത്തിയത്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കുമ്പോൾ നാമും പല രീതിയിലും വളരെ വളഞ്ഞ വഴികളിലൂടെയും ഇച്ചിരി ഉപായത്തിലൂടെയും നമ്മുടെ സ്വന്തം ബുദ്ധിയിലും അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കഴിവിലും അഭിമാനിച്ചുകൊണ്ട് പല കാര്യങ്ങളും നാം സന്നദ്ധാൻ ദൈവത്തെയൊക്കെ മറന്നുകൊണ്ട് നമ്മുടെ ബുദ്ധിശക്തി, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ധനം, അങ്ങനെ അനേക കാര്യങ്ങൾ നമ്മുടേതായിട്ട് പറഞ്ഞുകൊണ്ട് ദൈവ വഴിയിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ട് എനിക്കെല്ലാം കഴിയും, ഞാൻ വിചാരിച്ചാൽ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നുള്ള ഒരു അമിതമായ അഹങ്കാരത്തോടും ജീവിക്കുന്ന നമുക്ക്, പക്ഷേ അങ്ങനെ ജീവിച്ച ഈ യാക്കോബിനെ എങ്ങനെ ദൈവം മാറ്റി ഒരു ഇസ്രായേലാക്കി, അവനെ യഥാർത്ഥ ദൈവഭക്തനാക്കി മാറ്റിയെടുത്തു എന്ന് ചിന്തിക്കുന്നിടത്താണ് ആ ചിന്തയാണ് നിങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നാം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ മറ്റൊരു വിശ്വാസിയെ ഉയർന്നു പോകുന്ന ഒരു വിശ്വാസിയെ കുതികാൽ പിടിച്ച് അവനെ ഇരുത്താൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. നീ അങ്ങനെ ഇപ്പൊ കയറി പോകണ്ട, നീ അങ്ങനെ വലിയ മിടുക്കനാവണ്ട, നീ അങ്ങനെ വലിയ പ്രാസംഗികനാവണ്ട, നീ അങ്ങനെ വലിയ ആളൊന്നും കളിക്കണ്ട എന്ന് നാം പലപ്പോഴും ചിന്തിക്കുകയും മറ്റുള്ളവരെ അസൂയയോടുകൂടി വലിച്ച് താഴ്ത്താൻ നാം പലപ്പോഴും ശ്രമിക്കുകയും ചെയ്യും. വിശ്വാസികളും വിശ്വാസിനികളും എല്ലാം അതിന് യാതൊരു വ്യത്യാസവുമില്ല.
അനേകം പേരെ ഡിസ്കറേജ് ചെയ്യുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ നിരുത്സാഹപ്പെടുത്തും പലപ്പോഴും. അപ്പോൾ ഞാൻ മുന്നോട്ട് പോട്ടെ. അപ്പോൾ ഇവിടെ പക്ഷെങ്കിൽ ഒരു അരുളപ്പാടുണ്ടായിരുന്നു, മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന്. അത് യാക്കോബിന്റെ മാതാവിന് നന്നായിട്ട് അറിയാമായിരുന്നു. വാസ്തവം പറഞ്ഞാൽ ഞാൻ വിശദമായിട്ട് പോകുന്നില്ല, കാരണം സമയമില്ല അതിന്. ഈ മൂത്തവൻ ഇളയവനെ സേവിക്കും എന്നുള്ള ഒരു വാഗ്ദത്തം അല്ലെങ്കിൽ അരുളപ്പാട് ഉണ്ടായിരുന്നത് കൊണ്ട് തൻ്റെ മാതാവ് തീർച്ചയായും അവനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യും. അത് ശരിയാണ്. വാസ്തവം പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിൻ്റെ ചിന്തിക്കുമ്പോൾ മാതാവ് ചില കാര്യങ്ങളിൽ ഇവൻ്റെ ഈ ഉപായത്തിന് കൂട്ടു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ ഇന്നത്തെ മാതാപിതാക്കളും വിശ്വാസിനികളായിട്ടുള്ളവർ തന്നെ അനേകം മക്കളെ ആ ഒരു രീതിയിൽ കോമ്പറ്റീറ്റീവായിട്ട് വളർത്താൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ദൈവഭക്തിയിൽ വളരുന്ന കാര്യത്തെക്കാൾ നീ അങ്ങനെ പോയാൽ പോരാ, നീ കോമ്പറ്റീറ്റീവായിട്ട് എല്ലാവരെയും തോൽപ്പിച്ച് നീ ആയിരിക്കണം മുന്നിൽ, നിനക്കായിരിക്കണം എല്ലാ ഇതും കിട്ടേണ്ടത്, മറ്റുള്ളവരെ നീ തോൽപ്പിച്ച്. അത് ഈ ലോകത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. എല്ലാത്തിനും ഞാനായിരിക്കണം മുന്നിൽ, ഞാൻ എന്നുള്ള ആ ഒരു വലിയ ഒരു ആളിനെ, സെൽഫിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു അനുഭവം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. നമ്മുടെ സെൽഫിനെ മാത്രമല്ല, നമുക്ക് നമ്മുടെ മക്കളെ, നമ്മുടെ ഭർത്താവിനെ അല്ലെ നമ്മുടെ ഭാര്യയെ അങ്ങനെ പ്രൊമോട്ട് ചെയ്ത് അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ച് വലിയ ഒരു പേരും പ്രശസ്തിയും അല്ലെങ്കിൽ ഒക്കെ നേടിയെടുക്കാൻ നാം പലപ്പോഴും ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഞാൻ മുന്നോട്ട് വരട്ടെ. നമുക്കറിയാം ഈ എങ്ങനെയാണ് ഏശാവ് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞതെന്ന് നമുക്കറിയാം, അല്ലേ? പായസം, ചുവന്ന പായസം കൊടുത്താണ് ഈ വാസ്തവത്തിൽ ഈ ജ്യേഷ്ഠാവകാശം ഏശാവ് വിറ്റ് കളഞ്ഞത്. അവൻ അതിൻ്റെ മഹത്വം മനസ്സിലായില്ല. എന്താണ് ജ്യേഷ്ഠാവകാശം എന്ന് പറഞ്ഞാൽ? ഇസ്രായേലിൽ നമുക്കറിയാം മൂത്ത പുത്രന്മാർക്കാണ് ആ ഒരു കുടുംബത്തിൻ്റെ പൈതൃകം അവരിലേക്കാണ് വന്നു ചേരുന്നത്. നമ്മുടെ ഇവിടെ നാട്ടിൽ ഏറ്റവും ഇളയ മകനാണ് ഈ കുടുംബം അല്ലെങ്കിൽ മാതാപിതാക്കളെ സൃഷ്ടിക്കാനുള്ള ചുമതലയും എന്ന് പറയുന്ന പോലെ ഈ മൂത്ത പുത്രന്മാർക്കാണ് ആ കുടുംബ പാരമ്പര്യവും മഹിമയും ആ ദൈവിക അനുഗ്രഹവും എല്ലാം കിട്ടേണ്ടത് ഈ മൂത്ത ഏശാവിനായിരുന്നു വാസ്തവത്തിൽ. പക്ഷെങ്കിൽ ഇവനിത് അലക്ഷ്യമായി കളഞ്ഞു. അവൻ അതിൻ്റെ വിലയൊന്നും മനസ്സിലായില്ല. അപ്പം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നു. അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും ഏശാവിൻ്റെയും ദൈവമെന്ന് ദൈവം പറയുമായിരുന്നു. യാക്കോബിനോട് പറയുമ്പോൾ ഞാൻ അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ ഏശാവിൻ്റെയും ദൈവം എന്നായിരുന്നു പറയേണ്ടിയിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ മുന്നറിവിൽ ദൈവം കണ്ടു, ഈ ഏശാവ് എനിക്ക് യോഗ്യനല്ല. വാസ്തവത്തിൽ ഈ യാക്കോബും യോഗ്യനല്ല. ഉപായിയായിരുന്ന, കൂർമ്മ ബുദ്ധിയായിരുന്ന, വളഞ്ഞ വഴിയിൽ കൂടി എന്ത് നേടിയെടുക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു യാക്കോബ്. പക്ഷെ അവനെ എന്തൊക്കെ അവൻ്റെ ജീവചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവനെ ഏതൊക്കെ പരീക്ഷണങ്ങൾ കൂടി കടത്തിയാണ് ആ ഇസ്രായേലാക്കി മാറ്റിയത്. എന്നാൽ അവന് നമുക്കറിയാം ഈ പായസം കൊണ്ട് ഇവൻ ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കി കളഞ്ഞു. ഏശാവ് അന്യജാതിക്കാരിൽ നിന്ന് ഭാര്യമാരെ എടുത്തു. അങ്ങനെ വിവിധ നിലകളിൽ ദൈവത്തിന് അനുയോജ്യനല്ല ഈ വ്യക്തി എന്ന് ദൈവം മനസ്സിലാക്കി. അതുകൊണ്ടാണ് ദൈവം ഏശാവിനെ തള്ളിക്കളഞ്ഞ് യാക്കോബിനെ ദൈവം ഉയർത്തിയത്. അതുപോലെ തന്നെ നമുക്കറിയാം ഇസാക്ക് ഏശാവിനോട് പറയുന്നുണ്ട്, നീ പോയി വേട്ടയിറച്ചി കൊണ്ടുപോവാ, ഞാൻ നിന്നെ അനുഗ്രഹിക്കാമെന്ന് പറയുന്നു. അപ്പൊ ഈ അമ്മ ഇത് കേട്ടിട്ട് പറയുന്നു, എടാ നിന്റെ അപ്പൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വേട്ടയിറച്ചി കൊണ്ടുവന്ന് നീ അവന് കൊടുത്തു കഴിഞ്ഞാൽ മുഴുവൻ അനുഗ്രഹവും അവന് പോകും. അതുകൊണ്ട് ഞാൻ നിനക്ക് നല്ല ഒന്നാം തരം നിന്റെ പിതാവിന് ഇഷ്ടമുള്ള ആഹാരം ഞാൻ ഉണ്ടാക്കി തരാം, നീ അത് കൊണ്ടുചെന്ന് കൊടുക്ക്. അപ്പൊ ആൾമാറാട്ടം നടത്തുവാണ് ഇവൻ. ആട്ടുംകുട്ടിയുടെ രോമമെല്ലാം എടുത്ത് ഇത് ചിലക്ക് ഒട്ടിച്ച്, കാരണം ഏശാവ് നല്ല രോമമുള്ളവനായിരുന്നു. അപ്പൊ അപ്പൻ തപ്പി നോക്കിയാൽ ഇവൻ ആള് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി
ഇങ്ങനെ ഇതെല്ലാം എല്ലാ വേലയൊക്കെ ഒപ്പിച്ച് ആൾമാറാട്ടം നടത്തി ഇവൻ അനുഗ്രഹങ്ങൾ എല്ലാം വാങ്ങിക്കുകയാണ് യാക്കോബ്. എന്താണ് അനുഗ്രഹം? അവനെ പ്രഭുവായിട്ട്, ഇസ്രായേലിന്റെ പ്രഭുവായിട്ട്, എൻ്റെ കുടുംബത്തിൻ്റെ പിന്തുടര അവകാശക്കാരനായിട്ട് എല്ലാം അവന് അനുഗ്രഹങ്ങൾ വാങ്ങിക്കുകയാണ്. അപ്പോൾ ഈ അമ്മ നമ്മൾ ചിന്തിക്കുമ്പോൾ ആക്ച്വലി ഒരു റോങ് മോഡലാണത്, അല്ലേ? തെറ്റായ വഴിയിൽ കൂടി അനുഗ്രഹം വാങ്ങിച്ചു കൊടുത്തത്. പക്ഷെങ്കിൽ ആ സ്വർഗീയമായ ആ ഒരു കാഴ്ചപ്പാട് അവൾക്കുണ്ടായിരുന്നത് കൊണ്ട് ഇവനെയാണ് ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാണ് ആ മാതാവ് അത് ചെയ്തത്. നമുക്കറിയാം, അതിനുശേഷമുള്ള സംഭവം നമുക്കറിയാം. ഇവൻ അവിടുന്ന് ഓടിപ്പോകുന്നു, ഏശാവിനെ ഭയന്ന് അവിടുന്ന് ഓടിപ്പോയി ബഥേലിൽ ചെല്ലുന്നതായിട്ട് നമുക്കറിയാം. അവനൊരു ദർശനം കാണുന്നു, സ്വർഗത്തോളം എത്തുന്ന ഒരു കോവേണി. ഞാൻ പറഞ്ഞു പോവുകയാണ് സമയമില്ലാത്തതുകൊണ്ട്. ആ സ്വർഗീയമായ ദർശനം കണ്ടതോടുകൂടിയാണ് ഇവന് ആത്മീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് വന്നു തുടങ്ങിയത്. അതുവരെ ഇവൻ എങ്ങനെ എൻ്റെ ബുദ്ധിയിലും എൻ്റെ തന്ത്രത്തിലും ഞാൻ മുന്നേ നിൽക്കാം, ഞാൻ തന്നെ വലിയ കാര്യങ്ങൾ സാധിക്കാം എന്നുള്ള അവൻ്റെ അഹങ്കാരവും അവൻ്റെ ആത്മവിശ്വാസവും എല്ലാം തകർത്ത് കളയുന്ന സംഭവങ്ങളാണ് ഈ യാക്കോബിൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. അനേക സന്ദർഭങ്ങളിൽ ഒരു ദൈവത്തോട് മല്ല് പിടിക്കുന്നതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇവൻ എങ്ങനെയാണ് അവിടെ ഈ ബഥേലിൽ ചെന്നപ്പോൾ അവനൊരു നേർച്ച നേരുന്നുണ്ട്. അവൻ ദൈവത്തോട് പറഞ്ഞു, നീ എന്നെ സന്തോഷമായി മടക്കി വരുത്തിയാൽ, എന്നെ അനുഗ്രഹിച്ചാൽ ഞാൻ നിന്നെ സേവിക്കാം. നമ്മളെല്ലാം കണ്ടീഷനിലാണ് പലപ്പോഴും. നമ്മളും പലപ്പോഴും ദൈവമേ എനിക്ക് ഇന്ന കാര്യം ചെയ്യുവാണെങ്കിൽ ഞാൻ ദൈവത്തെ വിളിക്കാം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ആവശ്യമുണ്ട്, അല്ല മറ്റുള്ള സമുദായക്കാർ പറയുന്ന പോലെ ഇന്ന കാര്യം സാധിച്ചു തരുവാണെങ്കിൽ ഞാൻ 100 മെഴുതിരി കത്തിച്ചേക്കാം. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് എങ്ങനെ, എനിക്ക് ഇന്ന കാര്യം സാധിക്കുവാണെങ്കിൽ ദൈവമേ ഞാനൊരു പ്രാർത്ഥനയോഗം നടത്തിയേക്കാം, അല്ലെങ്കിൽ ഞാൻ ദൈവത്തെ കൂടുതൽ വിളിക്കാം, ദൈവം കൂടുതൽ വായിക്കാം, ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാം. നമ്മളെല്ലാം കണ്ടീഷനിലായിട്ട് ദൈവത്തെ വിളിക്കാൻ നമുക്ക് താല്പര്യമുള്ളവരാണ്. അപ്പോൾ ഇവൻ പറയുന്നതാണ്, നീ എൻ്റെ ഇത് പ്രാർത്ഥന സഫലമാക്കി എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തന്നാൽ ഞാൻ നീ എൻ്റെ ദൈവമാവും, ഞാൻ നിനക്ക് വേണ്ടി ഒരു ആലയം പണിയും എന്നൊക്കെ യാക്കോബ് പറയുന്നുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെ സംഭവിക്കും. നാം നമ്മുടെ ഡിമാൻഡ്സ് ദൈവസന്നിധിയിൽ വെക്കും. ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്, അതിൽ നമ്മളിൽ നിറവേറ്റപ്പെടണം എന്നുള്ള ചിന്തയല്ല നമുക്ക് പലപ്പോഴും വരുന്നത്. നമ്മൾ ദൈവത്തിന് മുന്നിൽ ഡിമാൻഡ് ചെയ്യും, എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ഞാൻ ഇത് ചെയ്യാം. എന്നാൽ ദൈവമേ നിന്റെ ഇഷ്ടം എന്നിൽ കൂടി നിറവേറ്റണമേ, നിന്റെ ഇഷ്ടം എന്നിൽ നടത്തണമേ, ദൈവമേ നീ ആഗ്രഹിക്കുന്ന നിലയിൽ എനിക്ക് ഒരു വിശ്വാസ ജീവിതം നയിക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള ഒരു ചിന്ത നമുക്ക് പലപ്പോഴും ഇല്ല. അവിടെയാണ് ഈ ദൈവം യാക്കോബിനെ പണിത് പല ഘട്ടങ്ങളിലൂടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെയുള്ള അനേക സന്ദർഭങ്ങളിൽ തകർച്ചയുടെ, അല്ലെങ്കിൽ വിഷമത്തിൻ്റെ, അല്ലെങ്കിൽ രോഗത്തിൻ്റെ, ദുഃഖത്തിൻ്റെ പല നിലകൾ കൂടി നാം കടന്നു പോകുമ്പോൾ അത് ദൈവം നമ്മെ പണിയുകയാണോ, അല്ലെ ദൈവത്തിന് അതിനു പിന്നിൽ ഒരു ഉദ്ദേശമുണ്ടോ എന്ന് നാം പലപ്പോഴും ചിന്തിക്കാറില്ല. ഞാൻ എൻ്റെ അനുഭവം പറയുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്കത് മനസ്സിലായിട്ടുണ്ട്. ദൈവം നമ്മെ പിടിച്ചു കുടയുന്നതും, അല്ലെ ദൈവം നമ്മെ മാറ്റിമറിക്കുന്നതും, നമ്മുടെ ചിന്തകളെ പോലും ദൈവം മാറ്റിമറിക്കും. ഞാൻ TMM മെഡിക്കൽ സൂപ്രണ്ടായിരുന്നപ്പോൾ 5 വർഷം ജോലി ചെയ്തു. അവിടെ ഇരുന്ന് വളരെ AC റൂമിൽ വളരെ സന്തോഷമായിട്ട് ഒരു വലിയ കാര്യമായ ബന്ധപ്പാടുകളൊന്നും ഇല്ലാതെ അങ്ങനെ പോകുമ്പോൾ ദൈവം എന്നെ അവിടുന്ന് മാറ്റിമറിച്ചു. ദൈവത്തിൻ്റെ ഉദ്ദേശം അങ്ങനെ ഒരു സ്ഥാനത്തല്ല, ഒരു ഉന്നതമായ സ്ഥാനത്തിരുന്നു കൊണ്ട് അവിടെ നല്ല ഒരു ഓഫീസറായിട്ട്, അല്ലെങ്കിൽ കുറേ പേരെ ഭരിച്ച് നല്ല ആ ഒരു രീതിയിൽ പോകാനല്ല ദൈവം എന്നെ പറ്റി ചിന്തിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു മിഷൻ ഫീൽഡിലേക്ക് പോകാനും മിഷൻ്റെ ഒരു മൈൻഡ് എൻ്റെ ജീവിതത്തിൽ ദൈവം തരണമെന്ന് ദൈവത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. നീ അങ്ങനെ ഉന്നതമായ ഒരു ഓഫീസർ, ഉന്നതമായ ശമ്പളവും വാങ്ങിച്ച് നീ അങ്ങനെ ആ മുറിയിൽ ചടഞ്ഞുകൂടി ഇരിക്കേണ്ടവനല്ല എന്ന ദൈവം എന്നെപ്പറ്റി ചിന്തിച്ചു. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഞാൻ വയനാട്ടിൽ പോകാനും എൻ്റെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെ മാറിമറിയുവാനും അത് സഹായിച്ചു.
നമുക്ക് പലപ്പോഴും ഇതൊക്കെ ഒരു വിഷമമാണ്. നമ്മുടെ ഒരു നല്ല കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് നാം വളരെ സൗകര്യമായിട്ട് നല്ല രീതിയിൽ പോകുമ്പോൾ ദൈവം നമ്മെ അവിടെ നിന്ന് മാറ്റി വിടുമ്പോൾ അത് തീർച്ചയായും അതൊരു വേദനാജനകമാണ്, സംശയമില്ല. പക്ഷേ ദൈവം അതിലൊക്കെ കൂടി ദൈവത്തിൻ്റെ കരങ്ങൾ നാം ദർശിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിടാൻ നമുക്ക് സാധിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഈ യാക്കോബിനെ പടിപടിയായി ദൈവം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബ് ആ ഒപ്പം തന്നെ പറയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട്, അല്ലെങ്കിൽ ഈ ഉപായിയായിരുന്ന, ഈ കുതികാൽ പിടിക്കുന്നവനായിരുന്ന ഈ യാക്കോബിനെ തനിക്ക് പ്രിയപ്പെട്ട ദാസനായിട്ട് ഇസ്രായേൽ എന്ന പേര് തന്നെ അവന് മാറ്റി, വലിയൊരു ജാതിയായിട്ട് മാറ്റി. ആ ഒരു പേരിലാണ് ഇന്നും അറിയപ്പെടുന്നത്. നൂറ്റാണ്ടുകൾക്ക് ശേഷം അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം ആ ഒരു പേരിൽ യാക്കോബിനെ അറിയപ്പെടുവാൻ ദൈവം തൻ്റെ ആ മനസ്സിൽ അവനെ പണിത് അവനെ റെഡിയാക്കി, അവനെ ഒരു വളരെ വിശിഷ്ടപ്പെട്ട ഒരു വ്യക്തിയാക്കി മാറ്റിയത് നമുക്ക് അറിയുവാൻ സാധിക്കും. അവനിൽ കൂടിയാണ് 12 ഇസ്രായേൽ ഗോത്രങ്ങൾ പുറപ്പെട്ടു വന്നത്. നമുക്ക് മുന്നോട്ട് പോകട്ടെ. അങ്ങനെ ഇവൻ ഓടി, ഇവൻ ലാബാന്റെ അടുത്ത് ചെല്ലുന്നു. ആ കഥയൊക്കെ നിങ്ങൾക്കറിയാം. ലാബാൻ ഇവനെ പറ്റിക്കുന്നു. ഇവൻ വലിയ മിടുക്കനാണ്, എല്ലാവരെയും അപ്പനെയൊക്കെ പറ്റിച്ചവനാണ് ഇവൻ. പക്ഷെങ്കിൽ ലാബാൻ എന്താ ചെയ്തത്? മകളെ, ഇളയ മോളെയാണ് ഇവൻ ഇഷ്ടപ്പെട്ടത്. പക്ഷേ ആള് മാറ്റി കല്യാണം കഴിപ്പിച്ചു. റാഹേലിനെയും ലേയെയും. അപ്പോൾ അങ്ങനെ ഇവരെ വെച്ചുമാറി ഇവൻ ഏകദേശം 14, 6, 20 വർഷത്തോളം ഈ ലാബാന്റെ അവിടെ അടിമപ്പണി, അല്ലെങ്കിൽ ഇവന്റെ ആടുകളെ നോക്കുവാൻ വേണ്ടി അവിടെ ഒരു ആട്ടിടയനായിട്ട് ജീവിക്കുകയാണ്. ആ നാളുകളിലെല്ലാം ദൈവം അവൻ്റെ കാഴ്ചപ്പാടുകളെ അവന് ദൈവത്തിന് പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിയാക്കി അനേക വേദനകൾ അവന് കൊടുത്തു, അനേക ബുദ്ധിമുട്ടുകൾ അവൻ്റെ ജീവിതത്തിൽ വന്നു. അവസാനം അവൻ തിരികെ മടങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോഴാണ് ഈ ദൂതനുമായിട്ട്, അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ ഒരു പ്രതിപുരുഷൻ എന്നുള്ള നിലയിൽ ദൈവവുമായിട്ട് തന്നെ മൽപ്പിടുത്തം നടത്തി ജയിച്ചെന്നാണ് പറയുന്നത്. ആ പെനിയേലിൽ വെച്ച് അവൻ ആ മൽപ്പിടുത്തം നടത്തി. സാത്താനെയും നീ മനുഷ്യനോടും ദൈവത്തോടും മല്ലു പിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേര് ഇനി ഇസ്രായേൽ എന്ന് ആക്കി മാറ്റി. അപ്പോൾ ദൈവത്തിൻ്റെ അവനെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട് എന്തായിരുന്നു എന്ന് നാം ചിന്തിച്ചു നോക്കിയേ. അനേക കാര്യങ്ങൾ. ഇവൻ വളരെ ദ്രവ്യാഗ്രഹിയായിരുന്നു. ഇവൻ വിചാരിച്ചു ഇവൻ ശക്തനാണ്, ഇവനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല, ഇവൻ വളരെ എല്ലാ കാര്യങ്ങളും എനിക്ക് തന്നെ നേടിയെടുക്കാം, എൻ്റെ കഴിവിൽ ഞാൻ ഇതെല്ലാം നേടിയെടുക്കും, അല്ലെ എൻ്റെ ബുദ്ധിയിൽ ഞാൻ വിശദമായിട്ട് പോകാൻ സമയമില്ലല്ലോ. അവൻ ആടുമാടുകളെ കൂടുതൽ സമ്പാദിച്ച കാര്യമൊക്കെ നമുക്കറിയാം. അവൻ്റെ ഭാര്യ വിഗ്രഹം മോഷ്ടിച്ചു. ഇതിനെല്ലാം ഇവൻ എല്ലാ കാര്യങ്ങൾക്കും ഇവൻ കൂട്ട് നിന്നു. എന്നിട്ട് അവസാനം ഇവൻ്റെ അന്ത്യസമയങ്ങൾ നാം ചിന്തിക്കുമ്പോൾ ഇവൻ്റെ മക്കളാൽ വഞ്ചിക്കപ്പെടുന്നത് നമുക്കറിയാം. ഇവൻ യോസേപ്പിനെ ആ മൂത്ത ജ്യേഷ്ഠന്മാർ പറഞ്ഞു ഇവൻ യോസേപ്പ് മരിച്ചുപോയി എന്ന് പറഞ്ഞ് ഇവനെ പറ്റിക്കുന്നത് നമുക്കറിയാം. യോസേപ്പ് മരിച്ചുപോയി എന്ന് അവൻ്റെ തുണി കൊണ്ട് കൊടുത്തു. വേണ്ട, നിന്റെ മകൻ യോസേപ്പ് മരിച്ചുപോയി, ഇതുകൊണ്ട് കണ്ടില്ലേ രക്തം വരണ്ടു, കാട്ട് മൃഗങ്ങൾ അവനെ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവനെ പറ്റിക്കും. ഇവൻ മറ്റുള്ളവരെല്ലാം പറ്റിക്കുന്നവനായിരുന്നു. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നമ്മൾ വലിയ മിടുക്കനാണ്, നമ്മളെല്ലാ കാര്യത്തിലും നമ്മളെ ആർക്കും പറ്റിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കി, ഇങ്ങനെ പറ്റിക്കാൻ പറയത്തില്ല എന്ന് പറയുന്നവർ വളരെ കുറഞ്ഞ കക്ഷികളായിരുന്നില്ല, അവർ വലിയ നല്ല വേന്ദ്രന്മാരായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള പറ്റിക്കുന്നവരെ പറ്റിക്കുന്ന അതിലും വലിയ വേന്ദ്രന്മാർ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഇവൻ്റെ ജീവിതത്തിൽ ഇവന് ജോസഫിനെ നമസ്കരിക്കേണ്ട ഒരവസ്ഥ വന്നു. ആ സംഭവം നമുക്കറിയാം. ജോസഫ് മിസ്രൈമിലെ 2ാമത്തെ രാജാവ് കഴിഞ്ഞാൽ പിന്നെ 2ാമത്തെ ആളായിട്ട് ആ ക്ഷാമം വന്നപ്പോൾ ഇവൻ്റെ മൂത്ത സഹോദരന്മാരും മാതാപിതാക്കളെല്ലാം ഇവനെ യോസേപ്പിനെ നമസ്കരിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അതൊരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമായിരുന്നു. അതുപോലെ ഇവനെ താഴ്മ പഠിപ്പിക്കുകയാണ് ജീവിതത്തിൽ. നമ്മുടെ ജീവിതത്തിൽ ദൈവം പലപ്പോഴും നമ്മുടെ നിഗളഭാവമൊക്കെ കണ്ട് നമ്മെ താഴ്മ പഠിപ്പിക്കും. തീർച്ചയായിട്ടും അത് നമുക്ക് മനസ്സിലാവണം. തീർച്ചയായിട്ടും നമുക്കിത് ദൈവത്തിൻ്റെ നമുക്ക് തരുന്ന ഒരു ടെസ്റ്റ് ഡോസാണ്, ഒരു പരീക്ഷണമാണ്. അല്ലെങ്കിൽ നമുക്ക് അതെല്ലാം വിജയിക്കാൻ നമുക്ക്
തീർച്ചയായിട്ടും കഴിയണം. അവനെ ദൈവം അതെല്ലാം കഴിഞ്ഞാണ് ഈ യാക്കോബ് യാഗം കഴിച്ച് ദൈവത്തോടൊരു ഉടമ്പടി ചെയ്യുന്നത്. ഇവനെ ദൈവം അങ്ങനെ മാറ്റിയെടുത്ത് ഇവനെ ഒരു ഏറ്റവും തികഞ്ഞ ദൈവത്തോട് ഇഷ്ടമുള്ള ദൈവത്തെ വിശ്വസിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയിൽ ദൈവം ഈ യാക്കോബിനെ കൊണ്ടുവരികയാണ്. അങ്ങനെയാണ് അവൻ ഉൽപ്പത്തി പുസ്തകം 46:1 പറയുന്നുണ്ട് അവൻ യാഗം കഴിക്കുന്നതായിട്ട്. അപ്പോൾ യാഗം കഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവനെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. ഈ മൃഗത്തിൻ്റെ സ്ഥാനത്ത്, ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് ഞാൻ ഈ മൃഗത്തിനെ നൽകുകയാണ്. പൂർണ്ണ അധികാരം ദൈവത്തിന് കൊടുക്കുകയാണ്. ആ കർത്തൃത്വം ദൈവത്തിന് സമർപ്പിക്കുകയാണ്. ഞാനൊന്നുമല്ല, ഞാൻ ആരുമല്ല, എനിക്കൊന്നുമില്ല, എല്ലാം ദൈവത്തിൻ്റെയാണ്, എനിക്കുള്ളതെല്ലാം ദൈവം തന്നതാണ്. നമുക്ക് ആ ചിന്ത പലപ്പോഴും നമുക്ക് ഉണ്ടാവാറുണ്ടോ? വളരെ കുറവാണ്. എനിക്ക് തന്നിരിക്കുന്ന സമ്പത്ത്, ആരോഗ്യം, ധനം, മക്കൾ, സൗഭാഗ്യങ്ങളെല്ലാം ദൈവം എനിക്ക് തന്നതാണ്. അത് ദൈവത്തിന് വേണ്ടിയും അല്ലെങ്കിൽ ദൈവം പറയുന്നവർക്ക് വേണ്ടി അതുപോലത്തെ ആവശ്യമുള്ളവർക്ക് വേണ്ടിയും ഉപയോഗിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അപ്പോൾ ഇതെല്ലാം ദൈവം നമുക്ക് തന്നതാണെന്നുള്ള ആ ഒരു ബോധ്യം നമുക്ക് വരുവാണെങ്കിൽ തീർച്ചയായും ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ തരും, യാതൊരു സംശയവുമില്ല. നമ്മെ ചെത്തി മിനുക്കി അല്ലെങ്കിൽ ഒരു മൂശയിൽ ഇട്ട് നമ്മളെ ഒരു ദൈവത്തിന് ഇണങ്ങിയ പാത്രമായിട്ട് മാറ്റിയെടുക്കുന്ന, അതിന് നാം വഴങ്ങിക്കൊടുക്കണം. ഇപ്പോൾ ഒരു കുടമുണ്ടാക്കുന്ന ഒരു ആളിൻ്റെ അടുത്ത് കുടം പറയുമോ, എനിക്ക് വരത്തില്ല, ഞാൻ ഇഷ്ടപ്പെടുന്ന ഷേപ്പിലേ പോകത്തുള്ളൂ അല്ലേ എന്ന് പറഞ്ഞാൽ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ആ കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്, ദൈവമേ അവിടുന്ന് എന്നെപ്പറ്റി എന്താണ് ആഗ്രഹിക്കുന്നത്, അവിടുന്ന് എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്, അതിന് വഴങ്ങിക്കൊടുത്തുകൊണ്ട് നാം മുന്നോട്ട് പോയാൽ നമ്മെ ദൈവത്തിൻ്റെ ഒരു ഇണങ്ങിയ ആയുധമായിട്ട് നമ്മെ മാറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അതിന് നാം വഴങ്ങിക്കൊടുക്കണം. ദൈവം നമ്മെ ബലമായിട്ട് ഫോഴ്സിബിളി ചെയ്യത്തില്ല. അപ്പോൾ തീർച്ചയായും അങ്ങനെയാണ് ഈ യാക്കോബിൻ്റെ ജീവിതത്തിൽ വിവിധ നിലകൾ കൂടി, പ്രയാസങ്ങൾ കൂടിയൊക്കെ കടന്ന് പോയെങ്കിലും അവനെ വലിയൊരു ജാതിയാക്കി ദൈവം മാറ്റുക. എന്നിട്ട് യാക്കോബ് പറയുന്നുണ്ട്, യാക്കോബിൻ്റെ ജീവിതം വലിയൊരു അനേക ചാപ്റ്ററുകളിൽ വരുന്ന ഒരു ചരിത്രമാണ്. അതിൻ്റെ ഒരു ഭാഗം പോലും നമുക്ക് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് ഒരുപാട് സമയം വേണം അത് പറഞ്ഞ് തീർക്കാൻ. ലാസ്റ്റിൽ അവൻ പറയുന്നുണ്ട്, കനാനിൽ എൻ്റെ പിതാക്കന്മാരോട് കൂടെ എന്നെ അടക്കണമെന്ന് പറയുന്നു. അപ്പോഴാണ് വാസ്തവത്തിൽ അവൻ മിസ്രൈമിൽ പോയി അവിടെ താമസിച്ചു. മറ്റ് അന്യജാതിക്കാരോട് കൂടെ താമസിച്ച് അവർ ആ ഗോശൻ ദേശത്ത് പാർത്തുകൊണ്ട് എല്ലാം അവിടെ അനേക വർഷം, അങ്ങനെയാണ് ഇസ്രായേൽ മക്കൾ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ ആയിത്തീർന്നത്. അപ്പോഴും ഇവൻ പറയുന്നുണ്ട്, അവൻ്റെ ആ സ്വന്തം ദേശത്തോടും എൻ്റെ പിതാക്കന്മാരുടെ കല്ലറയിൽ എന്നെ അടക്കം ചെയ്യണമെന്നാണ് അവൻ പറയുന്നത്. ആ മിസ്രൈമിൽ പോലും ആ വേർപാടും വിശുദ്ധിയും കാത്തുപാലിച്ചുകൊണ്ട് അവൻ്റെ ആ ഇസ്രായേലിനോടുള്ള, അവൻ്റെ രാജ്യത്തോടുള്ള, ആ കനാൻ ദേശത്തോടുള്ള വാഞ്ച അപ്പോഴും അവൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. നമ്മുടെ വാഞ്ച എവിടെയാണ്? നമ്മുടെ ഈ ലോകത്തിൻ്റെ സ്വത്തുക്കളിലും നമ്മുടെ സമ്പത്തിലും നമ്മുടെ പദവികളിലും നമ്മുടെ കഴിവുകളിലും ഒക്കെ മാത്രം ശ്രദ്ധിച്ച് ദൈവത്തിന് യാതൊരു പ്രയോജനമില്ലാത്ത തരത്തിലാണോ നാം ജീവിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. നമുക്ക് ഈ യാക്കോബിൻ്റെ ജീവിതത്തിൽ നെഗറ്റീവായിട്ട് അനേക കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലുമുണ്ട് അനേക കാര്യങ്ങൾ. എല്ലാം നല്ലത് മാത്രമേ പറയാനുള്ളൂ നമ്മളെ പറ്റി അല്ല. നമ്മുടെ ഓരോ ചെറുപ്പം മുതൽ നമ്മുടെ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ നാം എത്രത്തോളം തെറ്റായ വഴികൾ കൂടി പോയിട്ടുണ്ട്, തെറ്റായ കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, തെറ്റായ കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ അതൊന്നും ദൈവസന്നിധിയിൽ നമ്മെ എന്നേക്കുമായി തള്ളിക്കളയുവാൻ പര്യാപ്തമായ കാരണങ്ങളല്ല. ദൈവം നമ്മെ തള്ളിക്കളയത്തില്ല. ദൈവത്തെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ ദൈവം തള്ളിക്കളയത്തില്ല. ദൈവം നമ്മെ പണിയാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ അവൻ ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് കൊണ്ടുവരിക, നമ്മളെ ഗൈഡ് ചെയ്യുകയാണ്. നമ്മുടെ വഴി ചിലപ്പോൾ തിരിച്ചു വിടും. നമുക്കത് പ്രയാസമായിരിക്കും, അത്ര ഈസി ആയിരിക്കത്തില്ല.
അങ്ങനെ അവന് ഇസ്രായേലിൻ്റെ ഒരു പ്രഭുവായിട്ട് എന്നെന്നും അറിയപ്പെടുന്ന ഈ ഉപായി ആയിരുന്ന ഈ യാക്കോബ് എങ്ങനെയാണ് ഒരു ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മകനായിട്ട് തീർന്നത് എന്ന് നാം ഓർത്തു നോക്കണം. അതുപോലെ ഏശാവിനെ പറ്റിയും നമുക്ക് പാഠങ്ങൾ പഠിക്കാനുണ്ട്. ദൈവം നമുക്ക് തരുന്ന നന്മകൾ, അവകാശങ്ങൾ അലക്ഷ്യമാക്കി കളഞ്ഞാൽ ഏശാവിന് വന്നതുപോലെ പറ്റും. അന്യജാതിക്കാരുടെ ഇടയിൽ നിന്നാണ് അവൻ ഭാര്യമാരെ എടുത്തത്. യാക്കോബ് അങ്ങനല്ല. യാക്കോബിൻ്റെ മാതാവിൻ്റെ അമ്മാച്ചൻ്റെ മക്കളെയാണ് അവൻ കല്യാണം കഴിച്ചത്. അപ്പം അത് പ്രത്യേകം അവർ പറയുന്നുണ്ട്, അമ്മ പ്രത്യേകം പറയുന്നുണ്ട്, മോനെ നീ അന്യജാതിക്കാരിൽ നിന്ന് പെണ്ണെ എടുക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ദൈവികമായ ദർശനത്തിൽ ആ മാതാവ് അവനെ വളർത്തി. തീർച്ചയായും അത് ഒരു മഹത്തായ കാര്യം തന്നെയാണ്. അപ്പോൾ ദൈവത്തിന് നമുക്ക് അൺകണ്ടീഷണലായിട്ട് ദൈവത്തെ നാം സേവിക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദൈവദൂതനുമായിട്ടുള്ള മൽപ്പിടുത്തത്തിൽ തന്നെ അവൻ്റെ തൊടയുടെ ഇതിൽ ഉളുക്കിയായിട്ട് നമുക്ക് വായിക്കുന്നുണ്ട്, അല്ലേ? അവൻ അവൻ ഈസിയായിട്ട് കീഴ്പ്പെടുത്താണെന്നാണ് വിചാരിച്ചത്. പറ്റിയില്ല. നമ്മുടെ ബുദ്ധിയിൽ, നമ്മുടെ ചിന്തയിൽ നാം എന്തോ ആണ് എന്ന് നാം പലപ്പോഴും അഹങ്കാര ചിന്ത വഴി പോകുമ്പോൾ ദൈവം നമ്മെ സ്പർശിക്കും. അത് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ആയി തീരും. നമ്മുടെ ദ്രവ്യാഗ്രഹം എല്ലാം മാറ്റി അവനെ അങ്ങനെ മാറ്റിയെടുത്തു. അവന് അനേക തിരിച്ചടികൾ ജീവിതത്തിൽ വന്നു. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വളരെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. ഇവന് സ്വന്തം മകനെ നമസ്കരിക്കേണ്ട സ്ഥിതി വന്നു. പക്ഷെങ്കിൽ അവനെ ദൈവം താഴ്മ പഠിപ്പിച്ചു. ദൈവത്തിന് അനുസരണമുള്ള, ഇഷ്ടമുള്ള ഒരു ദാസനാക്കി തീർത്തു. അങ്ങനെയാണ് അവന് യാഗം കഴിച്ച് ദൈവത്തോടൊരു ഉടമ്പടി ചെയ്ത് യഥാർത്ഥ ദൈവമകനായിട്ട് തീർന്നു. നമുക്കും നമ്മുടെ ജീവിതത്തിൽ ആ ഒരു യഥാർത്ഥ ദൈവവുമായിട്ടുള്ള ഉടമ്പടി, ദൈവവുമായിട്ടുള്ള യഥാർത്ഥ ഒരു ബന്ധത്തിൽ, ഈ ഞായറാഴ്ച വരുന്ന മാത്രമുള്ള ഒരു ബന്ധമല്ല, എല്ലാ 24/7 നമ്മൾ ദൈവവുമായിട്ട് നല്ലൊരു റിലേഷനിൽ ആയിത്തീർന്നുകൊണ്ട് യഥാർത്ഥമായിട്ട് ദൈവം നമ്മിൽ കൂടി എന്താണ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് നാം ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥനയോടുകൂടി കടന്നു ചെന്നാൽ അവൻ നമ്മെ ചെത്തിമിനുക്കി നല്ല അവൻ്റെ കയ്യിലെ ഇണങ്ങിയ ആയുധങ്ങളായിട്ട് മാറ്റും. യാതൊരു സംശയവുമില്ല. ഈ യാക്കോബിൻ്റെ ജീവിത ചരിത്രത്തിൽ നിന്ന് ഞാൻ ചുരുക്കിയ സംക്ഷിപ്തമായിട്ട് താക്കോൽ വാക്യമായിട്ട് മാത്രം പറഞ്ഞു പോയതാണ്. അപ്പോൾ നാം നമ്മെ തന്നെ, നമ്മുടെ ജീവിതത്തിലെ തെറ്റായ വഴികൾ, തെറ്റായ ചിന്തകൾ, തെറ്റായ കാഴ്ചപ്പാടുകൾ ഇതെല്ലാം മാറ്റി നമ്മുടെ ദൈവസന്നിധിയിൽ വരും ദിവസങ്ങൾ കൂടുതലായിട്ട് ഇനി ഒരു പുതിയ വർഷത്തിലേക്ക് നാം കടക്കുകയാണ്. 2025 എന്നുള്ള ഒരു പുതിയ വർഷത്തിൽ നാം കടക്കുകയാണ്. അപ്പോൾ നാം മുന്നമേ നാം ചിന്തിക്കണം. നാം വ്യക്തികളായിട്ടും സഭയായിട്ടും അനേക കാര്യങ്ങൾ ചിന്തിച്ച് ഉറച്ച് ഞാൻ എങ്ങനെ കൂടുതൽ മെച്ചപ്പെട്ട ഒരു വിശ്വാസ ജീവിതം നയിക്കാൻ പറ്റും, എങ്ങനെ ദൈവത്തെ കൂടുതൽ സേവിക്കാൻ പറ്റും, എങ്ങനെ സഭയായി നാം കൂടുതൽ മുന്നേറാൻ പറ്റും എന്നുള്ള ആ ഒരു ചിന്ത നമ്മൾ ഇപ്പോഴേ ചിന്തിക്കണം. സഭയായിട്ടും വ്യക്തികളായിട്ടും കുടുംബമായിട്ടും എങ്ങനെ ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥമായിട്ട് ദൈവത്തെ വിശ്വസിച്ചും സേവിച്ചും കൊണ്ട് അവനെ മാനിച്ചുകൊണ്ട് ഒരു മാതൃക ഉള്ള കുടുംബാംഗങ്ങളായിട്ട് വ്യക്തികളായിട്ട് നമുക്ക് മാറേണ്ടതുണ്ട്. തീർച്ചയായും ദൈവം നമ്മെ അതിന് വരും ദിവസങ്ങളിൽ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.